ഇസ്രായേലിനെ അമ്പരപ്പിച്ചിരിക്കുകയാണ് ഹൂതികൾ. ഹൂതികളുടെ ഡ്രോണിനെ പ്രതിരോധിക്കാൻ ലോകം മുഴുവൻ പുകഴ്ത്തുന്ന ഇസ്രായേലിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തിന് കഴിഞ്ഞില്ല. ഗാസയിലെ മനുഷ്യക്കുരുതിയിൽ പ്രതിഷേധിച്ച് ഇസ്രായേലിലേക്ക് അതിശക്തമായ ആക്രമണം തുടരുകയാണ് ഹൂതികൾ. തെക്കൻ ഇസ്രായേലിലെ എയ്ലത്ത് നഗരത്തിലാണ് ഹൂതികൾ ഡ്രോണാക്രമണം നടത്തിയത്. ബുധനാഴ്ച വൈകുന്നേരമായിരുന്നു ആക്രമണം. ചെങ്കടൽ തീരത്തെ ടൂറിസ്റ്റ് കേന്ദ്രമാണ് എയ്ലത്ത്. ഇസ്രായേലിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്താണ് ഡ്രോൺ എയ്ലത്തിലെത്തിയത്. ഇസ്രായേലിനെ അമ്പരപ്പിച്ചത് ഇതാണ്. ഒരു ഷോപ്പിംഗ് ഏരിയയിലെ ഹോട്ടലിന് സമീപം ഡ്രോൺ ഇടിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു. ഡ്രോണിനെ തടയുന്നതിൽ പരാജയപ്പെട്ടതായി ഇസ്രായേൽ സൈന്യം സമ്മതിച്ചു. 2 അയൺ ഡോം ഇൻ്റർസെപ്റ്റർ മിസൈലുകൾ ഡ്രോണിന് നേരെ തൊടുത്തുവിട്ടതായും സൈന്യം അറിയിച്ചു. ഈ ഇൻ്റർസെപ്റ്ററുകളെ കബളിപ്പിച്ചാണ് ഡ്രോൺ ലക്ഷ്യം കണ്ടത്. എന്നാൽ ആക്രമണ മുന്നറിയിപ്പ് നൽകി സൈറനുകൾ മുഴങ്ങിയതായി സൈന്യം പറഞ്ഞു. ഡ്രോണിനെ പ്രതിരോധിക്കാൻ കഴിയാത്തതിൻ്റെ ഞെട്ടലിലാണ് ഇസ്രായേൽ പ്രതിരോധ സേന. സൈന്യം ഇത് സംബന്ധിച്ച് അന്വേഷണവും തുടങ്ങി. ഡ്രോണിനെ തിരിച്ചറിയാൻ വൈകിയതായി വ്യോമസേനയുടെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ആക്രമണ മുന്നറിയിപ്പ് സിവിലിയന്മാർക്ക് നൽകി സൈറനുകൾ മുഴങ്ങിയത് ഇസ്രായേലിന് ആശ്വാസമാണ്. ഡ്രോൺ വെടിവയ്ക്കാൻ അയൺ ഡോമിന് കഴിയാത്തത് അത് താഴ്ന്നു പറന്നതുകൊണ്ടാവാം എന്നാണ് IDFൻ്റെ നിഗമനം. ഇത് സംബന്ധിച്ച് അന്വേഷണം തുടരുകയാണെന്നും സൈന്യം അറിയിച്ചു. ഡ്രോണിനെ പ്രതിരോധിക്കാൻ കഴിയാത്തതിനെക്കുറിച്ച് അന്വേഷിക്കും. പോരായ്മകൾ പരിഹരിച്ച് മെച്ചപ്പെടുത്തുകയും ചെയ്യും. അധികൃതരെ ഉദ്ധരിച്ച് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു. ഒരാഴ്ചയ്ക്കുള്ളിൽ നഗരത്തിനെതിരായ ഹൂതികളുടെ 2ാമത്തെ വിജയകരമായ ആക്രമണമാണിത്. ഈ സാഹചര്യത്തിൽ വ്യോമ പ്രതിരോധം മെച്ചപ്പെടുത്തുന്നതിന് പുറമെ ഡ്രോണുകളുടെ ഉറവിടം കണ്ടെത്തി തടയുന്നതിലും വ്യോമസേന ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും സൈന്യം അറിയിച്ചു. ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്തം പിന്നീട് ഹൂതികൾ ഏറ്റെടുത്തു. ഏലത്തിലെ 2 കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഡ്രോൺ ആക്രമണം നടത്തിയതായി ഹൂതികൾ അവകാശപ്പെട്ടു. 2ാമത്തെ ഡ്രോൺ ഇസ്രായേലിൽ എത്തുന്നതിൽ പരാജയപ്പെട്ടതായും ഹൂതികൾ വ്യക്തമാക്കി. ഏലത്ത് ലക്ഷ്യമിട്ട് ഹൂതികൾ പതിവായി ആക്രമണം തുടരുകയാണ്. കഴിഞ്ഞ ആഴ്ച നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഒരു ഹോട്ടലിൻ്റെ പ്രവേശന കവാടത്തിന് കേടുപാടുകൾ സംഭവിച്ചു. എന്നാൽ ആർക്കും പരിക്കില്ല. ഡ്രോണിനെ തിരിച്ചറിഞ്ഞെങ്കിലും പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ലെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ഏലത്ത് നഗരത്തിന് പുറത്ത് റാമോൺ എയർപോർട്ടിന് നേരെ കഴിഞ്ഞ മാസം ഹൂതികൾ ആക്രമണം നടത്തിയിരുന്നു. ആക്രമണത്തിൽ എയർപോർട്ടിന് നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ഒരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. എന്നാൽ ഡ്രോണിനെ തിരിച്ചറിയാൻ സാധിച്ചെങ്കിലും തകർക്കുന്നതിൽ പിഴവുണ്ടായി. കഴിഞ്ഞ ബുധനാഴ്ച ഹൂതികൾ വിക്ഷേപിച്ച മിസൈൽ ഇസ്രായേലിൻ്റെ അതിർത്തിക്ക് തൊട്ടടുത്ത് വീണിരുന്നു. എന്നാൽ ആക്രമണ മുന്നറിയിപ്പ് മുഴങ്ങാത്തത് സൈന്യത്തെ അമ്പരപ്പിച്ചിരുന്നു. മാർച്ച് 18-ന് ശേഷം ഇസ്രായേൽ വീണ്ടും ഗാസയിൽ ആക്രമണം തുടങ്ങിയതോടെ ഇതുവരെ 90 ബാലിസ്റ്റിക് മിസൈലുകളും 41 ഡ്രോണുകളുമാണ് ഇസ്രായേലിലേക്ക് ഹൂതികൾ തൊടുത്തുവിട്ടത്.